സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് എല്ലാം നാട്ടിൽ നല്ല മഴയും ചൂടും എല്ലാം കൂടി ആയിട്ട് ചുമ പനി അങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഒരു ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ചുമയാണ്. അപ്പോൾ ആ ചുമയ്ക്ക് ഞാനൊരു നല്ല റെമഡി പറഞ്ഞുതരാം. എനിക്ക് 100% ഇതിൻ്റെ അകത്തുനിന്ന് റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇടുന്നത്. നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, തേന്. ഇത് ഈക്വലായിട്ട് നമുക്ക് ഇത് എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചി ഇതുപോലത്തെ ഇതിൻ്റെ അകത്ത് ചതച്ചെടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഇടിയനെ കുറിച്ചിട്ട്. ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതെൻ്റെ നാട്ടിലുള്ള അടുക്കളയിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര സുഖമാണ്. കാരണം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്ത് വെക്കാനും ബാക്കി എല്ലാത്തിനും ഭയങ്കര സുഖമാണ്. അത് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് വലുതായാൽ എടുത്ത് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എടുത്തൊക്കെ നമ്മൾ വാഷ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കാണാൻ ഭംഗി എപ്പോഴും വലുത് തന്നെയാണ്. ഇത് അതിന് മാത്രം വലിപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ഇഞ്ചി ആദ്യം എന്ത് ചെയ്യണം, നല്ല പട്ടുപോലെ ചതച്ചെടുക്കണം. അതായത് അതിൻ്റെ അകത്തുനിന്ന് നീര് കംപ്ലീറ്റ് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല പരത്തി ചതച്ച് തിരിച്ചോ പിടിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ചതച്ചെടുക്കുക. ഇനിയിപ്പം മിക്സിയിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചെടുത്തോ. ഈ ചെറിയൊരു പീസായിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീര് എത്രത്തോളം കിട്ടും, അത് എന്തോരം മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ഈ കല്ലിൽ നിന്ന് എടുത്തിട്ട് ഞാനത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് ഒന്നും കൂടെ ആ കല്ലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ചതച്ചെടുക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുഴുവൻ നീരും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇട്ടിട്ട് ആ പിഴിഞ്ഞത് ഒന്നും കൂടി ഒന്ന് ചതച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചതച്ചാലും നമുക്ക് കുറച്ചും കൂടെ നീര് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് ചതച്ചെടുത്തോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മാക്സിമം ആ ഇഞ്ചിയുടെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് ഇഞ്ചിയും കൂടെ കൂടിയിട്ട് ഇതേ ഞാൻ പിഴിഞ്ഞ് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ് കേട്ടോ. നാടൻ ഇഞ്ചി നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യണ ഇഞ്ചിയാണിത്. അങ്ങനെ ഇഞ്ചി നീരല്ല നമ്മൾ പിഴിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയാമോ, ചെറുനാരങ്ങ. ഒരു അരമുറി ചെറുനാരങ്ങ മതിയാവും നമുക്ക്. അതായത് 1 ടീസ്പൂണാണ് ഞാൻ ഇതിൻ്റെ അകത്ത് 3 എണ്ണത്തിൽ നിന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് നോക്കുക. ഇനി കുറവാണ് നീരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതും കൂടെ കൂടിയിട്ടൊന്ന് പിഴിഞ്ഞ് നോക്കാം. ഇനിയും ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ഓരോന്നും അളന്നൊഴിക്കുകയാണ്. അപ്പോൾ ഇഞ്ചി നീര് 1 ടീസ്പൂൺ ഒഴിച്ചു. ഞാനിപ്പോൾ എന്തിനാണെന്ന് അറിയാമോ ഇങ്ങനെ മാറ്റണത്, ഇഞ്ചി നീരിൻ്റെ സെഡിമെൻറ്റ് അതിൻ്റെ ആ ഇതുണ്ടല്ലോ, ആ സെഡിമെൻറ്റ് പെട്ടെന്ന് ഇതാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിങ്ങനെ ഇളക്കി കൊടുത്ത് വെച്ചിരിക്കണം. രണ്ടാമത് നമ്മൾ എടുക്കുന്നത് ആ സെയിം സ്പൂണിൽ തന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇപ്പോൾ ചെറുനാരങ്ങ നീര് പാകമാണ്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എന്നാ ചേർക്കേണ്ടതെന്ന് അറിയാമോ, നമ്മൾ പിന്നെ എന്തായാലും 3ാമത് ചേർക്കാനുള്ള തേനാണ്. നല്ല ചെറുതേൻ വേണം കേട്ടോ. ഇത് വയനാടൻ ചുരം ഇറങ്ങി വന്നാൽ നല്ല ഒന്നാന്തരം മായമില്ലാത്ത ചെറുതേനാണ്. മോൻ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര നല്ല വിലയാണ്, നല്ല ക്വാളിറ്റിയാണ് ഈ സാധനം. അപ്പോൾ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ കിട്ടണമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. അതിനനുസരിച്ച് ഗുണവും കുറയും കേട്ടോ. ഇനി സ്പീഡിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഇത് 3ഉം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇത് ഫുള്ള് കുടിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കി വെച്ചേക്കണേ ഇപ്പം 3 ടീസ്പൂൺ ഉണ്ടാവും. അതായത് 15 ml ഉണ്ടാവും. ആ 15 ml അറ്റ് എ ടൈമിൽ രാവിലെ കഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോകണ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണോ ഭക്ഷണത്തിന് ശേഷം കഴിക്കണമെന്നല്ലേ? ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചാലും കുഴപ്പമില്ല, ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ കഴിച്ച് കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കരുത്. ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വേണം വെള്ളം കുടിക്കാൻ. ഇത് 3 ദിവസം കഴിക്കണം കേട്ടോ. കാലത്ത് വൈകുന്നേരം കഴിക്കണം. അതുപോലെ 3 ദിവസം കഴിക്കണം. 3 ദിവസം കഴിച്ചാലേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് അറിയാമോ, ചുമ വന്നങ്ങ് ഏറ്റവും അവസാനത്തിലെത്തുമ്പോൾ ഈ മരുന്നുകളൊന്നും കഴിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വല്ല ഗുണമൊന്നും കിട്ടില്ല. ഇത് സ്റ്റാർട്ടിങ്ങിലേ തന്നെ നമുക്ക് ചുമ വരണുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പനിയൊക്കെ കഴിയുമ്പോൾ ഒരു ചുമ വരും എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളണം, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളണം. പിന്നെ അതിൽ കൂടുതൽ വഷളായി പോവുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ മ്യൂക്കസൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് സാമാന്യം നല്ല ചുമയുള്ള സമയത്താണ് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത്. ഈ ചുമ വരുമ്പോൾ എല്ലാം ഞാൻ ചെയ്യണ ഒരു മെഡിസിൻ ഇതാണ്. എനിക്ക് 100% ഇതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഇനി നിങ്ങളുണ്ടാക്കി കഴിച്ചു നോക്കുക, ബാക്കിയുള്ളവർക്കൊക്കെ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതൊരു വലിയ കാര്യമല്ലേ. നമ്മളുടെ ഒരു ഷെയർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംസാരത്തിൽ നിന്നോ ഇങ്ങനെ ഒരു മെഡിസിൻ വേറൊരാൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അതാണ് കേട്ടോ ഞാനിവിടെയും ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ കഴിച്ചു നോക്കുക, കഴിച്ചു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ.
ഇവിടെ നാട്ടിൽ നല്ല മഴയും വെയിലും എല്ലാം ഉണ്ട്. ഇവിടെ നല്ല പനിയും ഡെങ്കിപ്പനിയും അത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. അപ്പോൾ കഴിയുന്നത്ര പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കുക, മാസ്ക് വയ്ക്കുക. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതിനോടൊപ്പം ചുമയ്ക്ക് കഴിക്കാനുള്ള നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.